അങ്ങനെ നമ്മുടെ മുറ്റത്തെ മാവിലെ മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അടുക്കളത്തോട്ടം മുമ്പത്തെ ഒരു ഷോർട്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മാവിൽ ആദ്യം കയറിയപ്പോൾ ഭയങ്കര പുളിയറുമ്പ്. എന്താണ് എല്ലായിടത്തും ആ ഉറുമ്പിന് പറയാമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ചായപ്പൊടി മരത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ അടിവരെയായിട്ട് വിതറി കൊടുത്തതിന് ശേഷം ഹസ്ബൻഡ് മരത്തിൽ നിന്ന് ഇറങ്ങി അതിനുശേഷം വൈകുന്നേരം വീണ്ടും ആ മരത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഉറുമ്പൊക്കെ ചത്തിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ മുകളിൽ ഉറുമ്പുണ്ട് എന്നാണ് പറയണത്. പക്ഷെ എന്നാലും നമുക്ക് മാങ്ങ പറിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ കെട്ടിയവന് നാട്ടിൽ നാടൻ പണി ആയതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ജോലികളൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ, മാഷാ അല്ലാ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാകുന്ന ഫ്രൂട്ട്സ് ആവട്ടെ വെജിറ്റബിൾസ് ആവട്ടെ അത് കഴിക്കുന്ന സമയത്തായാലും അത് പറിക്കുന്ന സമയത്തായാലും അതിൻ്റേതായിട്ടുള്ള ഒരു സന്തോഷം വേറെ തന്നെയാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ നമ്മൾ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അടുക്കളത്തോട്ടത്തിലെ കാഴ്ചകളൊക്കെ ആയിട്ട്. അതിൽ നിന്ന് നമ്മൾ മാങ്ങ എറിഞ്ഞ് വീഴ്ത്തിയപ്പോൾ മാങ്ങ കിട്ടിയോ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് നമ്മൾ ഒരു മാങ്ങ മാത്രമേ പറിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, എറിഞ്ഞ് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ഈ മാവിൽ 3 മാങ്ങ മാത്രം ബാക്കി വെച്ച് ബാക്കിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 2-3 കുലുക്കിയിട്ടാണ് നമ്മൾ എടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ കൈയെത്താ ദൂരത്തുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ മാങ്ങയൊക്കെ പറിച്ച് ഹസ്ബൻഡ് ഇറങ്ങുന്നുണ്ട് മാവിന്ന്. അപ്പോൾ നമ്മൾ ഓരോന്നും പൊട്ടിച്ചിട്ട് ചാക്കിൽ ഇട്ടതായിരുന്നു. നിലത്തേക്ക് നേരെ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പഴുപ്പിക്കാനൊന്നും പറ്റൂല. അപ്പോൾ കുറച്ചെടുത്ത് പഴുപ്പിക്കാനും വെച്ചു, കുറച്ച് അച്ചാറിട്ടു, പിന്നെ ഉപ്പിലിട്ടു, അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ മാവിലെ മാങ്ങ. ഭയങ്കര സന്തോഷമായി. അപ്പോൾ നല്ല വലുപ്പമുള്ള മാങ്ങയാണ്, മാഷാ അല്ലാ. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.